ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഫൻസ് കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ടാമത്തെ സെഷനാണിത്. നിങ്ങൾ ഒന്നാമത്തെ സെഷനിലെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം. The Ministry of Defense has inked an agreement with which company for the supply of 4,960 Milan 2T anti-tank guided missile to the Indian Army. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഏത് കമ്പനിയുമായിട്ടാണ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് മിലാൻ 2T ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസിൻ്റെ സപ്ലൈ, അതായത് 4960 മിസൈൽസിന് വേണ്ടിയിട്ടുള്ള അഗ്രിമെൻറ്റ് കൊടുത്തിട്ടുള്ളത്? ഓപ്ഷൻ എ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഓപ്ഷൻ ബി ഭാരത് ഇലക്ട്രോണിക്സ്, ഓപ്ഷൻ സി ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഓപ്ഷൻ ഡി ഓർഡിനൻസ് ഫാക്ടറി. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ് ശരി ഉത്തരം. അണ്ടർ ദ മിഷൻ സാഗർ 4 വിച്ച് ഇന്ത്യൻ നേവൽ ഷിപ്പ് ട്രാവൽഡ് ടു പോർട്ട് അഞ്ച്വാൻ കമോസ് ടു ഡെലിവർ 1000 മെട്രിക് ടൺസ് ഓഫ് റൈസ്? ഓപ്ഷൻ എ INS കിൽട്ടൺ, ഓപ്ഷൻ ബി INS ജലശ്വ, ഓപ്ഷൻ സി INS കേസരി, ഓപ്ഷൻ ഡി INS സഹ്യാദ്രി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. INS ജലശ്വ ആണ് ഈ ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. വേർ ഡിഡ് ദ ഇന്ത്യൻ നേവി ഹാസ് കമ്മീഷൻഡ് INS കരഞ്ച്? ഇന്ത്യൻ നേവി INS കരഞ്ച് എവിടെ വെച്ചിട്ടാണ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി മർമഗോവ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. മുംബൈ വെച്ചിട്ടാണ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. വിച്ച് നേഷൻ ഹാസ് ലോഞ്ച്ഡ് ഇറ്റ്സ് മിലിറ്ററി എക്സസൈസ് ഇൻ സ്പേസ്? ഏത് രാജ്യമാണ് അവരുടെ മിലിറ്ററി എക്സസൈസ് സ്പേസിൽ വെച്ച് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ USA, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി ഫ്രാൻസ്. ഓപ്ഷൻ ഡി ഫ്രാൻസ് ആണ് ഇതിൻ്റെ ശരി ഉത്തരം. അവരാണ് മിലിറ്ററി എക്സസൈസ് സ്പേസിൽ വെച്ച് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഹൂ ഹാസ് ലോഞ്ച്ഡ് ദ ഫസ്റ്റ് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഇൻ നോർത്ത് കാശ്മീർ? നോർത്ത് കാശ്മീരിൽ ഫസ്റ്റ് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ആരാണ്? ഓപ്ഷൻ എ CRPF, ഓപ്ഷൻ ബി BSF, ഓപ്ഷൻ സി ഇന്ത്യൻ നേവി, ഓപ്ഷൻ ഡി ഇന്ത്യൻ ആർമി. ഓപ്ഷൻ ഡി ഇന്ത്യൻ ആർമിയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഹൂ ഹാസ് ടേക്കൻ ചാർജ് ആസ് ദ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ഓഫ് ഈസ്റ്റേൺ നേവൽ കമാൻഡ്? ഓപ്ഷൻ എ റോബിൻ കെ ധവാൻ, ഓപ്ഷൻ സി അജേന്ദ്ര ബഹദൂർ സിംഗ്, ഓപ്ഷൻ സി ദീപക് സിംഗ്, ഓപ്ഷൻ ഡി അതുൽ കുമാർ ജെയിൻ. ഓപ്ഷൻ ബി അജേന്ദ്ര ബഹദൂർ സിംഗ് ആണ് ശരി ഉത്തരം. വൈസ് അഡ്മിറൽ അജേന്ദ്ര ബഹദൂർ സിംഗ്. വിച്ച് ഇന്ത്യൻ നേവൽ ഷിപ്പ് ഹാസ് ബീൻ സെൻറ്റ് ഫോർ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ടു drought hit Madagascar to deliver food and medical assistance in March 2021? മാർച്ച് 2021 മഡഗാസ്കറിലോട്ട് ഫുഡും മറ്റ് മെഡിക്കൽ അസിസ്റ്റൻസൊക്കെ ഡെലിവർ ചെയ്യാൻ പോയിട്ടുള്ള ഇന്ത്യൻ നേവൽ ഷിപ്പ് ഏതാണ്? ഓപ്ഷൻ എ INS ജലശ്വ, ഓപ്ഷൻ ബി INS മഗർ, ഓപ്ഷൻ സി INS സർദോൾ, ഓപ്ഷൻ ഡി INS എയറാവട്ട്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. INS ജലശ്വ. ദ ഇന്ത്യൻ എയർഫോഴ്സ് ഈസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ മൾട്ടിനാഷണൽ എക്സസൈസ് ഡെസേർട്ട് ഫ്ലാഗ് 6 ഫോർ ദ ഫസ്റ്റ് ടൈം. ദ എക്സസൈസ് ഈസ് ഓർഗനൈസ്ഡ് ബൈ വിച്ച് കൺട്രി ആനുവലി? ഇപ്പോൾ ഈ ഒരു ഡെസേർട്ട് ഫ്ലാഗ് 6 എന്ന എക്സസൈസ് കണ്ടക്ട് ചെയ്ത രാജ്യം ഏതാണ്? ഇന്ത്യ അതിൽ ആദ്യമായിട്ടാണ് പങ്കെടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ ഫ്രാൻസ്, ഓപ്ഷൻ ബി യുണൈറ്റഡ് കിങ്ഡം, ഓപ്ഷൻ സി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഓപ്ഷൻ ഡി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് ഡെസേർട്ട് ഫ്ലാഗ് 6 എന്ന മൾട്ടിനാഷണൽ എക്സസൈസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. The Indian Air Force is participating in the Air Show of Sri Lanka Air Force in 2021 to mark which anniversary celebration of Sri Lankan Air Force? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ശ്രീലങ്കൻ എയർഫോഴ്സിൻ്റെ എയർ ഷോയിൽ 2021 എയർ ഷോയിൽ ഇന്ത്യൻ എയർഫോഴ്സ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ശ്രീലങ്കൻ എയർഫോഴ്സിൻ്റെ എത്രാമത്തെ ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ടായിരുന്നു? ഓപ്ഷൻ എ 80, ഓപ്ഷൻ ബി 70,
ഓപ്ഷൻ സി 50, ഓപ്ഷൻ ഡി 100. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. 70ാമത്തെ ആനിവേഴ്സറിക്കാണ് ഇന്ത്യ പങ്കെടുത്തിട്ടുള്ളത്. The Indian Air Force has gifted a 1971 war helicopter to which nation? ഇന്ത്യ 1971 വാർ ഹെലികോപ്റ്റർ ഏത് രാജ്യത്തിനാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്? ഓപ്ഷൻ എ ഫ്രാൻസ്, ഓപ്ഷൻ ബി ബംഗ്ലാദേശ്, ഓപ്ഷൻ സി നേപ്പാൾ, ഓപ്ഷൻ ഡി റഷ്യ. ഓപ്ഷൻ ബി ബംഗ്ലാദേശാണ് ശരിയുത്തരം. അജേന്ദ്ര ബഹദൂർ സിംഗ് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ഓഫ് വിച്ച് കമാൻഡ് ഓഫ് ഇന്ത്യൻ നേവി? അജേന്ദ്ര ബഹദൂർ സിംഗ് ഇന്ത്യൻ നേവിയുടെ എവിടേക്കാണ് ഫ്ലാഗ് ഓഫീസ് കമാൻഡിംഗ് ഇൻ ചീഫായിട്ട് അപ്പോയിൻ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ ഈസ്റ്റേൺ നേവൽ കമാൻഡ്, ഓപ്ഷൻ ബി വെസ്റ്റേൺ നേവൽ കമാൻഡ്, ഓപ്ഷൻ സി ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡ്, ഓപ്ഷൻ ഡി സൗത്തേൺ നേവൽ കമാൻഡ്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. ഈസ്റ്റേൺ നേവൽ കമാൻഡിലാണ് അപ്പോയിൻ്റ് ആയിട്ടുള്ളത്. The India and Indonesia navies recently held their passage exercise PASEX in which region? ഇന്ത്യയും ഇന്തോനേഷ്യയും കൂടെ ഒരു എക്സസൈസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് പാസെക്സ് എന്ന പേരിലായിരുന്നു നടത്തിയിട്ടുള്ളത്. അത് ഏത് റീജിയനിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്? ഓപ്ഷൻ എ സൗത്ത് ചൈന സീ, ഓപ്ഷൻ ബി ആർട്ടിക് ഓഷ്യൻ, ഓപ്ഷൻ സി ഇന്ത്യൻ ഓഷ്യൻ, ഓപ്ഷൻ ഡി അറേബ്യൻ സീ. ഓപ്ഷൻ ഡി അറേബ്യൻ സീയിൽ വെച്ചിട്ടാണ് ഈ ഒരു എക്സസൈസ് നടത്തിയിട്ടുള്ളത്. Who has test fired the indigenously developed Helena and Dhruvastra missile system? ഓപ്ഷൻ എ DRDO, ഓപ്ഷൻ ബി ISRO, ഓപ്ഷൻ സി NASA, ഓപ്ഷൻ ഡി ASMI. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഏത് ഓർഗനൈസേഷനാണ് ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹെലീന ധ്രുവാസ്ത്ര എന്ന മിസൈൽ സിസ്റ്റം പരീക്ഷിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. DRDO ആണ് ഇത് സക്സസ്ഫുള്ളായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത്. Which Indian ship is participating in the Naval Defence Exhibition 2021 and International Defence Exhibition in 2021 in Abu Dhabi? അബുദാബിയിൽ വെച്ച് നടന്നിട്ടുള്ള നേവൽ ഡിഫൻസ് എക്സിബിഷനിലും ഇൻ്റർനാഷണൽ ഡിഫൻസ് എക്സിബിഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ കപ്പൽ ഏതാണ്? ഓപ്ഷൻ എ INS വിഭൂതി, ഓപ്ഷൻ സി INS വീർ, ഓപ്ഷൻ സി INS പ്രളയ, ഓപ്ഷൻ ഡി INS നിർഘട്ട്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി INS പ്രളയാണ്. The Indian Navy has joined the Iran-Russia Maritime Security Belt 2021. The exercise has been organized in which region? ഇറാൻ-റഷ്യ മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് 2021 ഇന്ത്യൻ നേവി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സസൈസ് നടന്നിട്ടുള്ള റീജിയൻ എവിടെയാണ്? ഓപ്ഷൻ എ പസഫിക് ഓഷൻ, ഓപ്ഷൻ ബി ആർട്ടിക് ഓഷൻ, ഓപ്ഷൻ സി സൗത്ത് ചൈന സീ, ഓപ്ഷൻ ഡി ഇന്ത്യൻ ഓഷൻ. ഓപ്ഷൻ ഡി ഇന്ത്യൻ ഓഷൻ വെച്ചിട്ടാണ് ഈ ഒരു സെക്യൂരിറ്റി ബെൽറ്റ് 2021 നടന്നിട്ടുള്ളത്. Which is the battle tank has been handed over by the Prime Minister to the Indian Army? ഓപ്ഷൻ എ അർജുൻ, ഓപ്ഷൻ ബി അൽ ഖാലിദ്, ഓപ്ഷൻ സി അജയ, ഓപ്ഷൻ ഡി ഭീഷ്മ. ഓപ്ഷൻ എ അർജുൻ ആണ്. അർജുൻ MK1A. അർജുൻ MK1A എന്നാണ് അതിൻ്റെ ശരിയായ പേര്. അത് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ആണ്. വിച്ച് കൺട്രി ഹാസ് ഓർഗനൈസ്ഡ് ദ മൾട്ടിനാഷണൽ മാരിടൈം എക്സസൈസ് അമൻ? ഏത് രാജ്യമാണ് മൾട്ടിനാഷണൽ മാരിടൈം എക്സസൈസ് ആയ അമൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻ എ പാകിസ്ഥാൻ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ഇറാൻ, ഓപ്ഷൻ ഡി ഇറാഖ്. ഓപ്ഷൻ എ പാകിസ്ഥാനാണ് ശരിയുത്തരം. ഇതിൽ 45 കൺട്രീസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വിച്ച് ഇന്ത്യൻ ഫോഴ്സ് ഹാസ് സൈനഡ് എ കോൺട്രാക്ട് വിത്ത് എ ടൈറ്റാഗാഹ് വാഗൺ ഫോർ കൺസ്ട്രക്റ്റിംഗ് 5 DSCs? DSCs എന്നിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റ് ആണ്. സോ ഏത് ഫോഴ്സാണ് 5 ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റിന് ഓർഡർ നൽകിയിട്ടുള്ളത്? ഓപ്ഷൻ എ ഇന്ത്യൻ നേവി, ഓപ്ഷൻ ബി ഇന്ത്യൻ ആർമി, ഓപ്ഷൻ സി ഇന്ത്യൻ എയർഫോഴ്സ്, ഓപ്ഷൻ ഡി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഓപ്ഷൻ എ ഇന്ത്യൻ നേവിയാണ് ശരിയുത്തരം. Which one is the Indian Navy's largest mega exercise that has been conducted in the Indian Ocean region? Option A IBSMAR, option B TROPEX, option C Indra, option D PASEX. Option B
ട്രോപ്പെക്സ് ആണ് ശരി ഉത്തരം. The Pakistan Army has test fired its surface-to-surface ballistic missile Babar. What is the strike range of it? പാകിസ്ഥാൻ ആർമി ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ്, സർഫേസ് ടു സർഫേസ് ബാലിസ്റ്റിക് മിസൈലാണ് ബാബർ. അതിൻ്റെ സ്ട്രൈക്ക് റേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 450 കിലോമീറ്റർ, ഓപ്ഷൻ ബി 150 കിലോമീറ്റർ, ഓപ്ഷൻ സി 200 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 300 കിലോമീറ്റർ. ഓപ്ഷൻ എ 450 കിലോമീറ്റർ ആണ് അതിൻ്റെ സ്ട്രൈക്ക് റേഞ്ച്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് കൺട്രി ഹാസ് പാർട്ടിസിപ്പേറ്റഡ് വിത്ത് ഇന്ത്യ ഇൻ ദ 16th എഡിഷൻ ഓഫ് ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് യുദ്ധ് അഭ്യാസ് 2020? 2020 യുദ്ധ് അഭ്യാസിൽ ഇന്ത്യയുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി USA, ഓപ്ഷൻ ഡി നേപ്പാൾ. ഓപ്ഷൻ സി USA ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. The Defense Ministry has signed a contract with which of the following company to produce a software-defined radio tactical shipborne system? Option A HAL, option B Bell, option C DRDO, option D SAIL. ഓപ്ഷൻ ബി ബെല്ലുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ബെൽ. Which forces maiden contingent of 34 women personnel has been inducted into its specialized Jungle Welfare Commando Force Cobra? Option A CRPF, option B ITBP, option C SSB, option D CISF. ഓപ്ഷൻ എ CRPF ആണ് ശരി ഉത്തരം. CRPFലോട്ടാണ് 34 വുമൺ പേഴ്സണിനെ കോബ്ര ഫോഴ്സിലോട്ട് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. യുദ്ധ് അഭ്യാസ് 20 ഈസ് വിച്ച് എഡിഷൻ ഓഫ് ആൻ ആനുവൽ ബൈലാറ്ററൽ ജോയിൻ്റ് എക്സസൈസ് ഇന്ത്യൻ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമീസ്? യുദ്ധ് അഭ്യാസ് 2020 ഇന്ത്യയും US-ഉമായിട്ടുള്ള എത്രാമത്തെ ജോയിൻ്റ് എക്സസൈസാണ്? ഓപ്ഷൻ എ 15th, ഓപ്ഷൻ ബി 16th, ഓപ്ഷൻ സി 17th, ഓപ്ഷൻ ഡി 20th. ഓപ്ഷൻ ബി 16th ആണ്. Which country has successfully test fired a Ghaznavi missile with nuclear capability? ന്യൂക്ലിയർ കാപ്പബിലിറ്റി ഉള്ള ഗസ്നാവി മിസൈൽ ഏത് രാജ്യമാണ് സക്സസ്ഫുൾ ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ ഇറാൻ, ഓപ്ഷൻ ബി ബംഗ്ലാദേശ്, ഓപ്ഷൻ സി നേപ്പാൾ, ഓപ്ഷൻ ഡി പാകിസ്ഥാൻ. ഓപ്ഷൻ ഡി പാകിസ്ഥാനാണ് ഈ ഒരു ഗസ്നാവി മിസൈൽ ഫയർ ചെയ്തിട്ടുള്ളത്. സോ ഇതൊരു ഗസ്നാവി മിസൈൽ എന്നത് സർഫേസ് ടു സർഫേസ് മിസൈലാണ്. അതിൻ്റെ സ്ട്രൈക്ക് റേഞ്ച് 290 കിലോമീറ്റർ ആണ്. സോ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.